നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. താമരശ്ശേരി ചുരം പൂർണ്ണമായി അടക്കില്ലെന്നും ഒരു വരിയായി ചെറുവാഹനങ്ങൾ കടത്തിവിടുമെന്നും ജില്ലാ കലക്ടർ. മാർക്കറ്റിൽ നിന്നും പട്ടാപ്പകൽ പണം മോഷ്ടിച്ചു മുങ്ങിയ യുവാവിനെ പിടികൂടി മുക്കം പോലീസ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം, ജാഗ്രത. കൊടിയത്തൂർ വില്ലേജ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമ്മേളനം നടത്തി. വാർത്തകൾ വിശദമായി. താമരശ്ശേരി ചുരം പൂർണ്ണമായി അടക്കില്ലെന്നും ഒരു വരിയായി ചെറുവാഹനങ്ങൾ കടത്തിവിടുമെന്നും ജില്ലാ കലക്ടർ. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റ വരിയായി കടത്തിവിടാനാണ് തീരുമാനം. ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാണ് തീരുമാനം. മഴ ശക്തമായി തുടരുന്ന സമയങ്ങളിൽ വാഹന ഗതാഗതം അനുവദിക്കില്ലെന്നും മഴ കുറയുന്ന സമയത്ത് മാത്രമേ ഒറ്റ ലൈനായി വാഹനങ്ങളെ കടത്തിവിടുകയുള്ളൂവെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. റോഡിൻ്റെ താമരശ്ശേരി വയനാട് ഭാഗങ്ങളിൽ ഇതിനായുള്ള ക്രമീകരണങ്ങൾ വരുത്താനും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ജാഗ്രതയോടെയും വേഗത കുറച്ചും സഞ്ചരിക്കണം. കൂടാതെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കലക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റ്യാടി, നാടുകാണി ചുരങ്ങളും കണ്ണൂർ റോഡും ഉപയോഗപ്പെടുത്തണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. നിലവിൽ താമരശ്ശേരി ചുരം റോഡിലേക്ക് വീണ പാറക്കല്ലുകളും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അടർന്നു നിൽക്കുന്ന പാറകൾ ഇനിയും റോഡിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതിനാൽ പ്രദേശത്ത് മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്തും. കൂടാതെ റോഡിൽ രാത്രികാലത്ത് ആവശ്യത്തിന് വെളിച്ചം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും തഹസിൽദാറും ഉറപ്പുവരുത്തും. ആവശ്യത്തിന് ക്രെയിനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സജ്ജമാക്കും. ആംബുലൻസ് സർവീസ് ഉറപ്പുവരുത്തുകയും പ്രദേശത്തെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. മോഷ്ടാവിനെ പിടികൂടി മുക്കം പോലീസ്. മാർക്കറ്റിലെ കോഴിത്തീറ്റ വിൽക്കുന്ന കടയിൽ നിന്നും പട്ടാപ്പകൽ പണം മോഷ്ടിച്ചു മുങ്ങിയ യുവാവിനെ മുക്കം പോലീസ് പിടികൂടി. എറണാകുളം ആമ്പലൂർ സ്വദേശി മുഹമ്മദ് നാഫിലിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 31-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. കടയിലെ ജീവനക്കാർ ഉച്ചഭക്ഷണം കഴിക്കാൻ കടയുടെ ഷട്ടർ പകുതി താഴ്ത്തി പോയ സമയത്താണ് മോഷ്ടാവ് നാഫിൽ കടയിൽ കയറി 8000 രൂപ മോഷ്ടിച്ചത്. മോഷണത്തിൻ്റെ CCTV ദൃശ്യം അന്നു തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ എറണാകുളത്ത് വെച്ച് പിടികൂടിയത്. മുക്കം ഇൻസ്പെക്ടർ ആനന്ദ് KP നിർദ്ദേശപ്രകാരമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മുക്കം പോലീസ് സ്റ്റേഷനിലെ SI ആൻ്റണി ക്ലീറ്റസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീസ് KM, രാകേഷ്, അനസ് തച്ചമ്പൊയിൽ, രാജേഷ് മണാശ്ശേരി, ബിനോയ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒളവണ്ണ സ്വദേശിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12ആയി. ഇതിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ചികിത്സയിലുള്ള മറ്റുള്ളവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം നൽകിയ സർക്കാർ വിവിധങ്ങളായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടിയത്തൂർ വില്ലേജ് സമ്മേളനം ചുള്ളിക്കാപ്പറമ്പിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ജമീല ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ച് സ്ഥിരം MCF കേന്ദ്രം നിർമ്മിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികാരികളോട് പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. KV തങ്കയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ PN ഷീബ, വിശ്വലക്ഷ്മി, ശാന്തകുമാരി, KT മൈമൂന, നാസർ കൊളായി എന്നിവർ സംസാരിച്ചു. KP ചന്ദ്രൻ സ്വാഗതവും സൽമ KT നന്ദിയും പറഞ്ഞു. KT മൈമൂനയെ പ്രസിഡന്റായും വിജയകുമാരി, ജമീല KT, ശാലിനി കോട്ടമ്മൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സമ്മേളനം തെരഞ്ഞെടുത്തു. മറ്റു ഭാരവാഹികൾ സൽമ KT സെക്രട്ടറി, KV തങ്ക, ആമിന കല്ലിങ്ങൽ, ബീന PP ജോയിന്റ് സെക്രട്ടറിമാർ, ജിഷ അടുപ്പശ്ശേരി ട്രഷറർ. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.